ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ വൈബ്സ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് 3 നല്ല നാടൻ റെസിപ്പിയാണ്. പച്ചമാങ്ങ കൊണ്ടുള്ള കറിയും, പിന്നെ മുട്ടയും ക്യാബേജും കൊണ്ടുള്ള ഒരു തോരനും, പിന്നെ ഏത്തക്കായ തോരനും. ഈ 3 നാടൻ റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പച്ചമാങ്ങ എന്നല്ല, പച്ചയല്ല പഴുത്തതല്ല, അങ്ങനെയുള്ള ഒരു മാങ്ങ വേണം എടുക്കാൻ കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും 2 പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ട, ഇതുപോലത്തെ മാങ്ങ വേണം എടുക്കാൻ. അപ്പൊ ഇതിൽ കുറച്ച് മധുരം, പുളി എല്ലാം ഉണ്ടാവുമല്ലോ, ഉപ്പും എല്ലാം കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കറിക്ക്. ഞാൻ ഇതിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ, ടേസ്റ്റ് ഒരേപോലെ തന്നെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ചേർക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു വെച്ചാൽ, ഒരു ചെറിയ സൈസ് ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. ചെറിയ ഉള്ളി ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടോ, എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കാരണമാണ് ഞാൻ ചേർക്കാതിരുന്നത്. ഇനി ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, കരിവേപ്പില അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം, അധികം വെള്ളം വേണ്ട, ഇത് ഇച്ചിരി കുറുകിയ കറിയാണല്ലോ. പിന്നെ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും. ഇതിൽ പച്ചമുളകിന്റെ എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത്, അതുകൊണ്ട് മുളക് പൊടി ഇത്രയും ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനാവശ്യമായിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, പിന്നെ പച്ചമുളകിന്റെ എരിവാണ് നമുക്ക് ഇതിൽ വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും മാങ്ങയൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കണം. ഉടച്ചു കൊടുക്കുമ്പോൾ ഒന്നും കൂടി അതിന്റെ ടേസ്റ്റ് ഇറങ്ങുമല്ലോ. ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കഷ്ണം പോലെ ഇരിക്കും. അതുകൊണ്ടാണ്. അപ്പൊ ഈ അരപ്പും കൂടി ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കുറുകിയ കറിയായതുകൊണ്ട് അധികം വെള്ളം ചേർക്കണ്ട. ഇനി അടച്ചു വെച്ചിട്ട് ആ തേങ്ങയുടെ ഒക്കെ ഒരു പച്ചമണവും ഒരു പച്ചച്ചൊവയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതിനുശേഷം പുളിയില്ലാത്ത തൈര്, നല്ല കട്ട തൈര് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്തതായിരിക്കണേ. എന്താ വെച്ചാൽ മാങ്ങയ്ക്ക് പുളിയും മധുരവും എല്ലാം വന്നുവല്ലോ, പിന്നെ എരിവ്, ഉപ്പ് എല്ലാം കൂടി ഒരു ടേസ്റ്റ് ആണ് ഈ കറിക്ക്. ഈ സമയത്ത് തന്നെ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചക്കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്, നല്ല ഫ്ലേവറും കൂടിയാണല്ലോ. ഇനി ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, അധികം തിളപ്പിച്ച് തൂവിക്കളയരുത്, തൈരൊക്കെ ഒഴിച്ചതല്ലേ. ഇനി നമുക്ക് കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലോട്ടേക്ക് കടുക്, ചെറിയ ഉള്ളി, കരിവേപ്പില, വറ്റൽമുളക്, പിന്നെ ഉലുവാപ്പൊടി അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് കറിയിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്, നല്ല ടേസ്റ്റുള്ള കറിയാണ്. വേഗം വളരെ എളുപ്പത്തിൽ, ഒരു പച്ചമാങ്ങ ഉണ്ടെങ്കിൽ മതിയല്ലോ നമ്മൾക്ക് ഒരു കറി, ഒരു ഊണിനുള്ള കറി ആയി അല്ലേ. നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല നാടൻ കറിയാണ്. ഇപ്പൊ മാങ്ങയൊക്കെ സീസൺ ആണല്ലോ, അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ഡിഷ് നമുക്ക് പച്ചക്കായ തോരൻ. പച്ചക്കായ ഞങ്ങളുടെ നാട്ടിലൊക്കെ നേന്ത്രക്കായ എന്നും പറയും. അപ്പോൾ അത് നമുക്ക് തോരൻ ഉണ്ടാക്കാം. അപ്പൊ ഇതുപോലെ കറുത്ത തൊലിയൊക്കെ അങ്ങ് കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്ക്വയർ പോലെ കട്ട് ചെയ്യുക. നല്ല മൂത്ത കായായിട്ടാണ്, നല്ല ടേസ്റ്റുള്ള കായും കൂടിയായിരുന്നു കിട്ടിയത്. അപ്പൊ അത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് നല്ല പോലെ കഴുകിയെടുക്കണം. എന്താ വെച്ചാൽ ഇതിൽ കറയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നല്ല പോലെ വാഷ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന് ആവശ്യമുള്ള പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിക്കുക. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഒരു മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് കുരുമുളക്, വെളുത്തുള്ളി, വറ്റൽമുളക്, പിന്നെ മല്ലി, ഇതുപോലെ മുഴുവൻ മല്ലി എടുക്കുന്നതായിരിക്കും ടേസ്റ്റ് കേട്ടോ. പിന്നെ കരിവേപ്പില, ജീരകം. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റ് ആണ്. ഈ പിന്നെ എന്താ പറയാ, ഈ മിക്സ്, അതായത് ഇത് പൊടിച്ചിട്ടുള്ള പൊടി ആ കായ്ത്തോരനിലോട്ടേക്ക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഒരു ചട്ടിയിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് എടുത്താലും മതി കേട്ടോ. അതിലോട്ടേക്ക് ഞാൻ കടുക്, വറ്റൽമുളക്, കരിവേപ്പില, പിന്നെ കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കായ നമുക്ക് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം.
എപ്പോഴും ഒരേപോലെ തോരൻ ഉണ്ടാക്കാതെ ഇടയ്ക്ക് നമുക്കിങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്തു നോക്കാലോ. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ഇടുന്നതായിരിക്കും നല്ല ഒരു ടേസ്റ്റ്. പിന്നെ പച്ചക്കറിവേപ്പില നല്ല ഫ്ലേവർ അല്ലേ. അപ്പൊ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ആ കൂട്ട് നമുക്ക്, അതായത് ഈ മിക്സ് നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മണമുണ്ട്. എന്താ പറയാ, പെരുംജീരകം പിന്നെ വെളുത്തുള്ളി ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനോണ്ട് നല്ല മണമുണ്ട്. അപ്പൊ അങ്ങനെ കായ്ത്തോരൻ ഇവിടെ റെഡിയായി. അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ചോറിനും കഞ്ഞിക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പൊ ഇനി അടുത്ത റെസിപ്പി കാണാം. നമ്മൾ ഇടയ്ക്കൊക്കെ കാബേജ് വാങ്ങുമ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നും ഒരേപോലെ തോരൻ ഉണ്ടാക്കാതെ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനായിട്ട് വെളിച്ചെണ്ണയിലോട്ടേക്ക് കടുക്, വലിയ ജീരകമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കരിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഒരു മീഡിയം സൈസ് ഓണിയനും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. വേഗം മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ അത് റെഡിയായി. ഇനി ഗ്രേറ്റ് ചെയ്ത ഒരു 2 ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ക്യാബേജ് ഞാൻ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, അതാണേ. ഇനി ഒന്ന് വെന്ത് വന്നോട്ടെ. ഇതൊക്കെ വേഗം വേവുന്നതല്ലേ, വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് ആവിയിൽ തന്നെ അങ്ങ് വെന്ത് വന്നോളും. ഏകദേശം ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇനി ഒരു ഒറ്റ മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ കാബേജ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം വേഗം വേവുന്നതാണല്ലോ, കാബേജ് ക്യാരറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്തുകൊണ്ട് വേഗം വെന്ത് കിട്ടും. ഇനി നമ്മൾക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാല്, വെളിച്ചെണ്ണ ഇതുപോലെ നടുക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലോട്ടേക്ക് 3 or 4 മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ, നേരത്തെ ഉപ്പൊക്കെ ഇട്ടുണ്ടല്ലോ. പിന്നെ കുരുമുളക് പൊടി. അപ്പൊ ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്യാം. മുട്ട മാത്രം ആദ്യം മിക്സ് ചെയ്യുക, മൊത്തത്തിൽ അങ്ങനെ മിക്സ് ചെയ്യരുത് കേട്ടോ. അപ്പൊ മുട്ടയുടെ വെള്ളം മാത്രം ഇങ്ങനെ ഇരിക്കും, അപ്പൊ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഏകദേശം മുട്ട വെന്ത് വന്നതിന് ശേഷം മാത്രം എല്ലാം കൂടി ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ കുറച്ച് തേങ്ങയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. തോരൻ എന്ന് പറയുമ്പോൾ തേങ്ങയല്ലേ ടേസ്റ്റ്, തേങ്ങ ഇട്ടാലല്ലേ ടേസ്റ്റ്. പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തിട്ട് നല്ല അമർത്തി വെക്കുക. അപ്പോൾ മുട്ടയും ക്യാബേജും എല്ലാത്തിൻ്റെയും മസാല നല്ല എന്താ പറയുക ചേർന്ന് വരുമല്ലോ. അങ്ങനെ തോരൻ ഇവിടെ റെഡിയായി. ക്യാബേജ് മുട്ട തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ ഈ 3 റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 3ഉം വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ എന്നും വാങ്ങുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ബൈ.